സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും എത്തി ഗൈസ്. നമ്മൾ നടത്തുകൊണ്ട് കിടിലം കാറാണ്. ഞാൻ എന്താ ഇത്ര നാൾ വരാനല്ലേ, ഷിൻചാനും പിഞ്ചാനൊക്കെ പരീക്ഷയാണ്, ഞാനല്ല പഠിപ്പിക്കുകയാണ്. എന്തായാലും നമുക്ക് നേരിൽ പോയി റിയൽ ഷിൻചാനും പിഞ്ചാൻ്റെ അടുത്ത് പോകണതിനെ പറഞ്ഞിട്ട് വരാം. സോ ഗൈസ്, നമ്മൾ റിയൽ ഷിൻചാൻ പിഞ്ചാൻ്റെ അടുത്ത് റിയ ഷിൻചാൻ പിഞ്ചാൻ ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. ഓക്കെ ഫ്രാങ്ക്ലിൻ, പോയിട്ട് വാ. സോ ഗൈസ്, നമുക്ക് നേരെ പോയി നമ്മുടെ കാർ കളക്ഷൻ കണ്ടിട്ട് വരാം. കാർ കളക്ഷൻ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ചെറിയ കാർ കളക്ഷൻ, നമ്മൾ പാവപ്പെട്ടവരാണ്, നമ്മുടെ ഇച്ചിരി കാറൊക്കെ ഉള്ളത്. എന്തായാലും നമുക്ക് പുറത്തേക്ക് പോകാൻ. ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്ത കാറ്. പിന്നെ നമ്മുടെ റോൾസ് റോയ്സും കൂടി ഉണ്ടായിരുന്നു, ആ സ്ഥലത്ത് സീക്രട്ടാണ്, ആ വരുമ്പോൾ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ ഈ വട്ടം ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ ഡൊമിങ്കോസിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഈ ചാനൽ എങ്ങനെ ഉണ്ടായെന്നാണ് പറയാൻ പോണത്. എന്താ വെച്ചാൽ ഒരു ദിവസം ഞാൻ പറഞ്ഞ ഒരു ചൊറിയും കുത്തിയിരിക്കുകയായിരുന്നു, അതെപ്പോഴും ചൊറിയും കുത്തിയിരിക്കുകയാണ്. ആ സമയത്ത് എനിക്കൊരു ഐഡിയ വന്നു, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ. അന്ന് ഇവിടെ ഷിൻചാനും ഇല്ല, പിഞ്ചാനും റിയൽ ഒരു ആളും ഇല്ല. ഞാനും എൻ്റെ ഒരു കസിൻ സിസ്റ്ററായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അവളോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പോയി പണി നോക്കണമെന്ന്. അപ്പോൾ എനിക്ക് കലി കയറി ഗൈസ്. അന്ന് തുടങ്ങിയാണ് ഈ ചാനൽ. ഇപ്പം അവർക്ക് 175 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ കുറച്ച് ദിവസം കഴിഞ്ഞാൽ 200 വിചാരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ അത്ര ആവുള്ളൂ. അപ്പം അങ്ങനെയാണ് ഈ ചാനൽ തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഒരു ഈഗോ കൊണ്ട് വന്നൊരു ചാനലാണ്. അത് ഇപ്പം ഇത്രയായി. അപ്പം നിങ്ങൾ ഈ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാം. അപ്പം എന്നാലും നമുക്ക് ഒരു 1K ഒക്കെ ആവണ്ടേ പെട്ടെന്ന് ഈ വർഷം തന്നെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ല, മനസ്സിലായില്ല, അപ്പോഴല്ലേ വണ്ടിയൊക്കെ പോയി ഇടിച്ച് വീഴുന്നത്. എന്തായാലും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ആ ബട്ടണിലേക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ചൊക്കെ മതി, കൂടുതൽ പണിയൊന്നും ഇല്ലല്ലോ. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. ഈ വട്ടം നമുക്ക് എയർലൈൻസ് വഴി പോകാൻ. കണ്ടോ, ഇതാണ് ഡിഫൻഡർ എയർലൈൻസ്. ഇതെൻ്റെ എയർലൈൻസ് ആണ്. ഇതിൽ പോകണമെങ്കിൽ 10 രൂപ പോലും വേണം, ഫ്രീ ആയിട്ട് കൊണ്ടുവരാം. പിന്നെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് നമുക്കറിയാൻ വേണ്ടിയിട്ടാ. സോ ഗൈസ്, നമ്മളങ്ങനെ ഡൊമിങ്കോസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറങ്ങിപ്പോയി ഡൊമിങ്കോസിൻ്റെ അടുത്ത്. ഈ ഡൊമിങ്കോസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബെള്ളക്കാണ് ഗൈസ്, അവൻ ശരിയല്ല. അപ്പം എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ആ കാറിൻ്റെ പേര് ഞാൻ പറയില്ല, ആ കാറിൻ്റെ ലൊക്കേഷൻ നമുക്ക് ചോദിക്കാം. ഏതാണെന്ന് കാണുന്നത് ഇപ്പോഴേ പിടിയിട്ട് കാണും. എന്തായാലും നിങ്ങൾ ലാസ്റ്റ് കണ്ടാൽ മതി. ആ കാർ ഏതാണെന്ന് പറഞ്ഞാൽ ഏത് വേർഷനാണെന്ന് അറിയണ്ടേ. എന്തായാലും അപ്പോൾ നമുക്ക് ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോയി ആ ലൊക്കേഷൻ ചോദിച്ചിട്ട് വരാം. ആ ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചാൽ നമ്മളെ നീ പോയ പുതിയ വില്ലേജ് ഇല്ലേ, അവിടെയാണ്. അപ്പൊ പോയി കാറൊക്കെ കണ്ടുപിടിച്ചിട്ട് ഓൾ ദ ബെസ്റ്റ്. സോ ഗൈസ്, ഡൊമിങ്കോസ് പറഞ്ഞാൽ നമ്മളെ പുതിയതായിട്ട് കണ്ടുപിടിച്ച വില്ലേജാണ്. അതിലേക്ക് പോണ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടില്ലേ, പെട്ടെന്ന് പോയി അല്ല ഇത് കഴിഞ്ഞിട്ട് കണ്ടാലും മതി, അല്ലെങ്കിൽ അത് കാണുമൊന്നും വേണ്ട. കാരണം ഇതിൽ തന്നെ ആ വില്ലേജിലേക്ക് പോണ വഴിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ആ വില്ലേജിലാണ് കയറുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ലുക്ക് ഇപ്പോൾ പഴയ പോലെ ആയല്ലോ എന്ന്. ഗൈസ്, ആ ലുക്ക് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. എനിക്ക് ഈ ലുക്ക് തന്നെയാണ് നല്ലതെന്ന് എല്ലാവരും പറഞ്ഞു. അത് കാരണമാണ് നമ്മൾ തിരിച്ച് ഈ ലുക്കിലേക്ക് വന്നത്. എങ്ങനെയാണ് ലുക്കിലേക്ക് തിരിച്ചു വന്നതെന്നൊക്കെ ചോദിച്ചാൽ അതിനൊരു ഉത്തരവില്ല ഗൈസ്. ഞാൻ തിരിച്ചു വന്നു, അത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഉത്തരം. എന്ന് വെച്ചാൽ നമ്മുടെ വഴി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ വഴിയൊക്കെ. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് വിടാം. എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് ഡ്രൈവിങ് സ്കിൽസൊക്കെ വേണം. ഇപ്പോൾ കണ്ടോ എൻ്റെ ഡ്രൈവിങ് സ്കിൽസ് എന്താണെന്ന്. നേരെ പോയിട്ട് നല്ല സ്പീഡിൽ അങ്ങോട്ട് പോകണം. എന്നിട്ട് ആ വഴി കയറി ഈ വഴി കയറി ഏതെങ്കിലും വഴികളൊക്കെ വഴി കയറി നമുക്ക് ആ വില്ലേജിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടണം ഗൈസ്. ആ വില്ലേജ് എന്ന് വെച്ചാൽ ഒരു വില്ലേജാണ് ഗൈസ്. അവിടെ ഒരു ഭയങ്കര സീനാണ്. എന്തായാലും നമുക്ക് ഇന്ന് ആ വില്ലേജൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അന്ന് നമ്മൾ ജസ്റ്റ് ആ വില്ലേജിലേക്ക് പോയുള്ളൂ. ഇതെന്താ സ്റ്റാർട്ടും ഫിനിഷൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഇതാണ് നമ്മുടെ പരിപാടി ഗൈസ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, ഫിനിഷ് ചെയ്യുന്നതാണ് കയറുന്നത്. ഒക്കെ നമ്മളെ സീനാണെന്ന് അറിയാമല്ലോ. എന്തായാലും നമുക്ക് നേരെ നമ്മളെ വില്ലേജിലേക്ക് പോകാം ഗൈസ്. ഈ വില്ലേജിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒന്നുമില്ല ഗൈസ്. കാരണം ഞാൻ ആ വില്ലേജിലേക്ക് വലിയ കാര്യമായിട്ടൊന്നും പോയി നോക്കിയില്ലല്ലോ. പിന്നെ ഞാനെന്ത് പറയാനാണ്. ഇങ്ങനെ പോകേണ്ടതെന്ന് വെച്ചാൽ ഈ സാധനം ഇതിൻ്റെ മേലൊക്കെ ഒരു ചാടിച്ചാൽ നമ്മൾ വില്ലേജിലെത്തും. അതാണ് ഞാൻ പറഞ്ഞ കുറച്ച് ഡ്രൈവിങ് സ്കിൽസൊക്കെ ഉണ്ട്. കണ്ട ഗൈസ്, ഡ്രൈവിങ് സ്കിൽസാണിത്.
സോ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനത്തെ ഡ്രൈവിംഗ് സ്കിൽസൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ നമ്മളെ കാർ അടിച്ചു മാറ്റാൻ പോവാം. കാർ അടിച്ചു മാറ്റാൻ ഇനി കുറേ ദൂരം പോകണം ഗൈസ്. കുറേന്ന് വെച്ചാൽ കുറേ ദൂരത്ത് പോകണം, ഭയങ്കര ദൂരത്ത് പോകണം. അങ്ങനെ ഇപ്പം ഏകദേശം അടുത്തായിട്ടുണ്ട്, പക്ഷെ ഇനിയും പോകണം കുറച്ചും കൂടി. സോ ഗൈസ് അങ്ങനെ നമ്മുടെ കാറിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇത് ഇവിടെ എങ്ങാണ്ടാണ് നമ്മുടെ കാറ്. എന്തായാലും ഡ്രൈവിംഗ് സ്കിൽസാ, ഒന്നും കണ്ട് പേടിക്കണ്ട. എന്തായാലും നമുക്ക് നേരെ പോയി ആ കാറങ്ങോട്ട് അടിച്ച് മാറ്റിയിട്ട് വരാം. പോലീസൊന്നും പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. കാരണം വില്ലേജ് പ്രത്യേകതയുണ്ട്, ഇവിടെ ലക്ഷറി കാർസൊക്കെയാണ് ഓടുന്നത്. സോ ഗൈസ് ഇതാണ് നമ്മുടെ കാർ, റോൾസ് റോയ്സിൻ്റെ RGB വേർഷൻ. ഇതെടുത്തോണ്ട് നേരെ നമുക്ക് നമ്മുടെ സിറ്റിയിലേക്ക് വിടാം. ഇനിയിപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചു, അതാണ് നമ്മുടെ പോളിസി. ദൈവം ഈ കാർ എവിടെ ഇടിക്കാൻ പോകണേ എന്നാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ പോകാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് നേരെ വിടാം. അതാണ് നമ്മുടെ ഇവിടുത്തെ ടാർഗറ്റ്. നേരെ സ്പീഡിൽ പോയി എവിടെ ഇരിക്കാതെ കറക്റ്റ് വീട്ടിലെത്തണം. പോലീസുകാർ വന്നാൽ പിന്നെ സീനാണ്. പോലീസുകാരെങ്ങാനും വന്നാൽ അതേ ഇടിച്ച് വാതിലൊക്കെ തൂങ്ങിക്കിടക്കണം. സോ ഗൈസ് നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസുകാർ വന്ന ശേഷം ഒരു സ്റ്റാറും ഇപ്പോൾ കിടക്കുന്നുണ്ട്. നമ്മൾ തിരിച്ച് കഷ്ടപ്പെട്ട് എത്തിയതാണ്, പക്ഷേ അതെ താഴെയും വീണ്. ഇനി എന്ത് ചെയ്യാനാണ്? ഇനി ഒരു എസ്കേപ്പ് ചെയ്യണം. ഇവരുടെ എസ്കേപ്പ് ചെയ്യാൻ എന്ത് പണിയാണെന്ന് ഇവനെയൊക്കെ കൊല്ലണം എല്ലാത്തിനും ഇടിച്ച് കൊല്ലണം. കാരണം അത്രേ ഉള്ളൂ. ഇനി നമുക്ക് തിരിച്ച് കയറാം. സൈക്കോ മോഡൊക്കെ ഇവിടെ ഓവറായിരിക്കുന്നു. തിരിച്ച് പോയി കയറാം. തിരിച്ച് കയറാൻ നമ്മളിനി കുറേ ഓടണം. ഞാൻ ഓടണം ഭയങ്കര സ്ലോ ആയിട്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ എന്ത് ചെയ്യാനാണ്? ഭയങ്കര സ്ലോ മോഷനായിട്ടാണ് ഞാൻ ഓടുന്നത്. എനിക്ക് ഈ ഓടാൻ പരിപാടിയൊന്നും ഇഷ്ടമല്ല. അത് കാരണം നമ്മളെപ്പോഴും കാറിലൊക്കെ ആയിട്ട് കിടക്കണം. കാറിൽ നിന്ന് ഇറങ്ങി ഈ കാർ എടുക്കുന്നു, തിരിച്ചു വരുന്നു. ഇപ്പം മാത്രമാണ് ആകെ ഓടിയത്. എന്തായാലും നമുക്ക് നേരെ പോയി നമ്മളെ കാർ എടുക്കാം. നമ്മളെ കാർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഇങ്ങോട്ട് നേരെ പോയി പിഞ്ചാൻ ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് റോൾസ് റോയ്സിൻ്റെ RGB വേർഷനാണ്. ഇവിടെ അങ്ങനെ പാർക്ക് ചെയ്യാം. കണ്ടോ നമ്മളെ ഈ ബ്ലാക്ക് റോൾസ് റോയ്സ് ഇവിടെ വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സർപ്രൈസ്. എന്തായാലും നമുക്ക് നേരെ പോയി ഷിൻചാൻ വിളിച്ചിട്ട് വരാം. ഷിൻചാൻ പിഞ്ചാൻ പെട്ടെന്ന് താഴത്തേക്ക് വരുമോ? ഓക്കെ ഫ്രാങ്ക്ലിൻ, ഞാൻ ഇവരെയൊക്കെ വിളിച്ചിട്ട് വരാം. സോ ഗൈസ് നമ്മളങ്ങനെ ഷിൻചാൻ പിഞ്ചാനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവർ താഴത്തേക്ക് വരാമെന്നാണ് പറഞ്ഞേക്കണേ. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ കാറിൻ്റെ അടുത്ത് പോയി വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കാറിന് വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കാം. സോ ഗൈസ് നമ്മുടെ അടുത്ത് അങ്ങനെ ഷിൻചാൻ പിഞ്ചാൻ എങ്ങനെയുണ്ട് നമ്മുടെ കാറ്? എന്റെ ഫ്രാങ്ക്ലിൻ ഒന്നും പറയാല്ല, വിഷയം കാറ് തന്നെ. എന്താ പറയണ ഫ്രാങ്ക്ലിൻ? ഇതൊക്കെ ആളെ തന്നെ. ഓ ഗൈസ് താങ്ക് യു. നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും വിഷയത്തൊക്കെയാണ് പറയുക. താങ്ക് യു ഗൈസ്. റിയക്ക് ഷിൻചാൻ പിഞ്ചാൻ നമ്മുടെ കാർ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കാർ അടിച്ചാൽ ഞാൻ വീണ്ടും വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയോട്ടെ. അപ്പം ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്.